പ്രീവിയസ് ആദ്യം നമ്മൾ പരിശോധിക്കേണ്ടുന്നത് വോള്യൂം എത്രത്തോളം ഉണ്ടായിരുന്നു, അതിനോടൊപ്പം എത്ര ഡെലിവറീസ് നടന്നിട്ടുണ്ടെന്ന് നോക്കണം. അതിനെന്താ വേണ്ടത്? NSEയുടെ സൈറ്റിൽ പോയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഞാൻ ക്വിക്കായിട്ട് പരിചയപ്പെടുത്തി തരാം. ഡെലിവറി NSE ഡെലിവറി പെർസെൻറ്റേജ് സെലക്ട് ചെയ്യുക. സെക്യൂരിറ്റി വൈസ് ആർച്ചീവ്സ് എന്ന് പറഞ്ഞൊരു ലിങ്ക് വരും, ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾ ഡിക്സൺ ടെക്നോളജീസ് എന്ന് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ ഡിക്സൺ ടെക്നോളജീസ് വരും. ഡിക്സൺ ടെക്നോളജീസിൽ നമുക്ക് നോക്കൂ, ഡിക്സൺ ലാസ്റ്റ് ഡേ ഇന്നത്തെ ദിവസത്തെ നമുക്ക് അറിയണമെങ്കിൽ ഇപ്പോൾ ട്രേഡിംഗ് നടക്കുക അന്ന് ആയതുകൊണ്ട് നമ്മൾ രാത്രി നോക്കിയാൽ മാത്രമേ അന്നത്തെ ദിവസം അറിയാൻ പറ്റൂ. തലേ ദിവസത്തെ നമുക്ക് റിസൾട്ട് നോക്കുകയാണെങ്കിൽ ടോട്ടൽ നോക്കൂ, ഹൈ പ്രൈസ് ഇവിടെ ഇവിടുത്തെ നോക്കൂ, ഡെലിവറബിൾ നമുക്ക് ഡെലിവറബിൾ പൊസിഷൻ ഡേറ്റയാണ്, പ്രൈസ് വോളിയം ഡേറ്റ വേണ്ട, നമുക്ക് ഡെലിവേർഡ് ഡേറ്റ മാത്രം നോക്കിയാൽ മതി. ഡെലിവേർഡ് ഡേറ്റ നോക്കൂ, പെർസെൻറ്റേജ് നമ്പർ ഓഫ് ഡെലിവറി ഡേറ്റ 1 വീക്ക്, ലാസ്റ്റ് 1 വീക്കിലെ ഡെലിവറി ഡേറ്റ ക്വാണ്ടിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ട്രേഡഡ് വോള്യൂം ആൻഡ് ഡെലിവറി വോള്യൂം 18%, 30, 25, 29 ഇങ്ങനെ കൂടി വരികയാണ്. 1 മന്ത് ലാസ്റ്റ് 1 മന്തിൻ്റെ ഡെലിവറി വോള്യൂം നോക്കൂ, ലോയിൽ നിന്ന് കഴിഞ്ഞ ഒരു മാസത്തെ ഡെലിവറി വോള്യൂം നിങ്ങൾ ശ്രദ്ധിക്കണം. ലോയിൽ നിന്ന് 18, 30, 28, 25, 29, 27 കഴിഞ്ഞ് അടുത്ത് 30 റേഞ്ചിൽ പോയിട്ട് വീണ്ടും അതായിപ്പോൾ 40 തലേ ദിവസം ഇന്നലെ 40% ഡെലിവറി പെർസെൻറ്റേജ് ഇന്നലത്തെ ഒരു ദിവസത്തെ സംഭവിച്ചിരിക്കുന്നു. അതായത് ഗ്രാജുവലി ഡെലിവറി പെർസെൻറ്റേജ് ഇൻക്രീസ് ആയിക്കൊണ്ടേയിരിക്കുന്നു കഴിഞ്ഞ ഒരു മാസത്തെ പീരീഡ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ആ ഒരു മാസവും പ്രൈസ് നേരെ റിവേഴ്സലി വന്നുകൊണ്ടേയിരിക്കുമായിരുന്നു. പ്രൈസ് താഴ്പോട്ടേക്ക് വരുന്നു, എന്നാൽ ഡെലിവറി പെർസെൻറ്റേജ് മേലെ കയറി വരികയാണെങ്കിൽ അതൊരു കീ ഇൻഡിക്കേഷൻ ഓഫ് എ പൊട്ടൻഷ്യൽ റിവേഴ്സൽ ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇമ്മീഡിയറ്റ്ലി എന്നുള്ളതാണ്. ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ടല്ല, പക്ഷേ അതിലും ഒരു ഇമ്പോർട്ടൻ്റ് ഇൻഡിക്കേഷൻ എന്താണ്? ഇന്നത്തെ പർട്ടിക്കുലർ ഡേയിൽ ഇതിൽ സംഭവിച്ചിരിക്കുന്ന അബ്നോർമൽ ട്രേഡ് വോള്യൂം, ഇതും നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇതെല്ലാം കൺസിഡർ ചെയ്തപ്പോൾ ഇത് ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിലേക്ക് വേണ്ടിയിട്ട് ഈ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിന് വേണ്ടിയിട്ടല്ല, ഞാൻ മൊത്തത്തിൽ ഒരു സ്റ്റോക്കിനെ എങ്ങനെ ഒരു പൊട്ടൻഷ്യൽ റിവേഴ്സൽ പോയിന്റ് കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതിൻ്റെ അനേകായിരം മെത്തേഡ്സിൽ ഇതൊരു മെത്തേഡ് മാത്രമാണ്. ഓക്കെ. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.